ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ പ്രതീകം എച്ച്. അറ്റോമിക സംഖ്യ 1. അറ്റോമിക സംഖ്യയെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ഇസഡ്. മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് എ. ഒന്നാമത്തെ പിരീഡ് മൂലകമാണ് ഹൈഡ്രജൻ. ഒന്നാമത്തെ പിരീഡിൽ ആകെ 2 മൂലകങ്ങളേ ഉള്ളൂ. അത് ഹൈഡ്രജനും ഹീലിയവുമാണ്. അതുകൊണ്ട് തന്നെ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ചെറിയ പിരീഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ പീരീഡാണ്. ബ്ലോക്ക് എസ് ബ്ലോക്ക് മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 1. അതായത് ഹൈഡ്രജന് 1 ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 1. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 1s1. സംയോജകത അതല്ലെങ്കിൽ വാലൻസി എന്ന് പറയുന്നത് 1. ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് 1.09 അതല്ലെങ്കിൽ ഒരു യൂണിഫൈഡ് മാസാണ്. അറ്റോമിക ആരം 53 pm ആണ്. സഹസംയോജക ആരം എന്ന് പറയുന്നത് 32 pm ആണ്. വാണ്ടർവാൾ ആരം എന്ന് പറയുന്നത് 120 pm ആണ്. ഹൈഡ്രജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 2.2 ഹൈഡ്രജൻ്റെ ദ്രവനില എന്ന് പറയുന്നത് അതല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 259.16 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് -259.16 ഡിഗ്രി സെൽഷ്യസ്. അതല്ലെങ്കിൽ -434.49 ഡിഗ്രി ഫാരൻഹീറ്റ്. അതുമല്ലെങ്കിൽ -13.99 കെൽവിനാണ്. അതായത് ഡിഗ്രി സെൽഷ്യസിലും ഫാരൻഹീറ്റിലും കെൽവിനിലുമുള്ള ദ്രവനിലയാണ് പറഞ്ഞത്. ഇനി ഇതിൻ്റെ തിളനില എന്ന് പറയുന്നത് -252.879 ഡിഗ്രി സെൽഷ്യസ്. അതല്ലെങ്കിൽ -423.18 ഡിഗ്രി ഫാരൻഹീറ്റ്. അതുമല്ലെങ്കിൽ -20.27 കെൽവിനാണ്. ഹൈഡ്രജൻ്റെ ക്രിസ്റ്റൽ ഘടന അതല്ലെങ്കിൽ ക്രിസ്റ്റൽ ആകൃതി എന്നത് ഷഡ്ഭുജ ആകൃതിയാണ്. മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിസമാണ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി കാവൻഡിഷാണ്. വർഷം 1766. ഇദ്ദേഹമാണ് ഹൈഡ്രജനെ കത്തുന്ന വായു അതല്ലെങ്കിൽ ഇൻഫ്ലൈമബിൾ എയർ എന്ന് വിശേഷിപ്പിച്ചത്. എന്നാൽ ഹൈഡ്രജന് പേര് നൽകിയത് അന്റോയിൻ ലൊറാങ് ലാവൂസിയർ ആണ്. വർഷം 1783. ജലം ഉണ്ടാകുന്നു എന്ന് അർത്ഥം വരുന്ന ഹൈഡ്രോജിനസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹൈഡ്രജന് ആ പേര് ലഭിച്ചത്. ഇനി ഹൈഡ്രജൻ്റെ മറ്റു വിശേഷണങ്ങൾ നോക്കാം. ഏറ്റവും ലഘുവായ ആറ്റമടങ്ങിയ മൂലകമാണ് ഹൈഡ്രജൻ. അതേപോലെ ഏറ്റവും പിണ്ഡം അതല്ലെങ്കിൽ മാസ് കുറഞ്ഞ മൂലകവും ഹൈഡ്രജനാണ്. ആവർത്തന പട്ടികയിലെ ആദ്യ മൂലകമാണ് ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലെയും പൊതുഘടകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ എന്നത് ഒരു അലോഹ മൂലകമാണ്. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകമാണ് ഹൈഡ്രജൻ. അതുപോലെ വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ് ഹൈഡ്രജന്. മണവും രുചിയും ഇല്ലാത്ത വാതകവും ഹൈഡ്രജനാണ്. ലോഹഗുണം പ്രകടിപ്പിക്കുന്ന അലോഹ മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകവും ഹൈഡ്രജനാണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഊർജത്തിൻ്റെ ഉറവിടമാണ് ഹൈഡ്രജൻ. ക്രിയാശീലത അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടിയ ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിലെ രാസബന്ധനം ഏതെന്ന് ചോദിച്ചാൽ അത് സഹസംയോജക ബന്ധനമാണ്. ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിലെ രാസബന്ധനം സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലൻ്റ് ബോണ്ടിങ് ആണ്. സഹസംയോജക ബന്ധനം എന്നാൽ ഇലക്ട്രോണുകളുടെ പങ്കുവയ്ക്കൽ മൂലമുണ്ടാകുന്ന ബന്ധനമാണ് സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലൻ്റ് ബോണ്ടിങ്. എന്നാൽ ഇലക്ട്രോണുകളുടെ കൊടുക്കൽ വാങ്ങൽ മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം അല്ലെങ്കിൽ അയോണിക് ബോണ്ടിങ്. ഇതിൽ ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ സഹസംയോജക ബന്ധനമാണ്. STPയിൽ സ്ഥിതി ചെയ്യുന്ന 1 ലിറ്റർ ഹൈഡ്രജൻ്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ അത്
0.09 ഗ്രാമാണ്. STP എന്നാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നതാണ്. ന്യൂട്രോണുകളില്ലാത്ത ഏക മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജനിലെ പ്രോട്ടോണുകളുടെ എണ്ണം 1, ഇലക്ട്രോണുകളുടെ എണ്ണം 1, എന്നാൽ ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 0. പോപ്പ് ശബ്ദത്തോടുകൂടി കത്തുന്ന മൂലകമാണ് ഹൈഡ്രജൻ. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ കലോറിക മൂല്യം എന്നത് 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അതേപോലെ സ്ഫോടന സ്വഭാവമുള്ള ഇന്ധനവും ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജനാണ്. മലിനീകരണം ഉണ്ടാക്കാത്ത ഇന്ധനമാണ് ഹൈഡ്രജൻ. ഭാവിയുടെ ഇന്ധനമെന്നും ഹൈഡ്രജനെ അറിയപ്പെടുന്നു. വാതകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏക മൂലകം ഇന്ധനവും ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ കലോറിക മൂല്യം 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് നമ്മൾ പറഞ്ഞതാണ്. കലോറിക മൂല്യം എന്തെന്നാൽ 1 കിലോഗ്രാം ഇന്ധനം അല്ലെങ്കിൽ 1 യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായും കത്തുമ്പോൾ പുറത്തുവരുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് കലോറിക മൂല്യം അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ. ഇതിൻ്റെ SI യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഹൈഡ്രജൻ ഒരു ഇന്ധനമായി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തെന്നാൽ ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുന്നതിൻ്റെ ഫലമായി ജലം മാത്രമാണ് ഉണ്ടാകുന്നത്. അതിനാൽ ഇതിന് മലിനീകരണ സാധ്യത വളരെ കുറവാണ്. അതേപോലെ ഉയർന്ന കലോറിക മൂല്യവുമുണ്ട്. ഇത്രയൊക്കെ പ്രത്യേകതകളുണ്ടായിട്ടും ഹൈഡ്രജനെ നമ്മൾ ഒരിക്കലും ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാറില്ല. ഇതിന് കാരണം ഹൈഡ്രജൻ സ്ഫോടനത്തോടെ കത്തുന്ന വാതകമാണ്. 2, സംഭരിച്ചു വയ്ക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും പ്രയാസമുണ്ട്. അതിനാൽ ഇവയെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാറില്ല. ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് ഹെയ്ൻസൻബർഗ് ആണ്. രൂപാന്തരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഓർത്തോ ഹൈഡ്രജനും പാരാഹൈഡ്രജനുമാണ്. 1 ഗ്രാം ഹൈഡ്രജനിലെ ആറ്റങ്ങളുടെ എണ്ണം എന്നത് 6.022 × 10⁻23 ആറ്റങ്ങളാണ്. 6.022 × 10⁻23 ആറ്റങ്ങൾ. ഈ സംഖ്യയെ നമ്മൾ വിളിക്കുന്നതാണ് അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ അവഗാഡ്രോ സംഖ്യ. ഇതിൽ 10⁻23 എന്നത് 10 ഒക്ടോബർ മാസത്തെയും 23 തീയതിയും സൂചിപ്പിച്ചാൽ ഒക്ടോബർ 23 മോൾ ദിനമായി നമ്മൾ കണക്കാക്കുന്നു. ഹൈഡ്രജൻ്റെ ഒരു പ്രധാന സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ H2O2. തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. തുറന്ന പുസ്തകം അതല്ലെങ്കിൽ ഓപ്പൺ ബുക്ക് ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ചാൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ജലവും ഓക്സിജനും. അതേപോലെ ബ്ലീച്ചിങ് ഏജൻ്റായി ഉപയോഗിക്കുന്ന ഒരു ഹൈഡ്രജൻ സംയുക്തവും ഹൈഡ്രജൻ പെറോക്സൈഡാണ്. ഹൈഡ്രൈഡുകൾ. ഹൈഡ്രജൻ സംയുക്തങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ഹൈഡ്രൈഡുകൾ. ഹൈഡ്രജൻ്റെ പ്രധാന ഉപയോഗങ്ങൾ. അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിലെ ഒരു ഉൽപ്രേരകമാണ് ഹൈഡ്രജൻ. ലോഹ ഓക്സൈഡുകളിൽ നിന്നും ലോഹത്തെ വേർതിരിക്കുവാൻ റെഡ്യൂസിങ് ഏജൻറ്റ് അതല്ലെങ്കിൽ നിരോക്സീകാരിയായി ഹൈഡ്രജനെ ഉപയോഗിക്കുന്നു. വളം, പെയിൻറ്റ് എന്നിവയുടെ നിർമ്മാണത്തിലും ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. കാലാവസ്ഥാ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറയ്ക്കുവാനും ഹൈഡ്രജൻ വാതകത്തെ ഉപയോഗിക്കുന്നു. ഫ്യൂവൽ സെല്ലിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. വനസ്പതി പോലെയുള്ള പൂരിത എണ്ണകളെ നിർമ്മിക്കുവാനും ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. ഐസോടോപ്പുകൾ. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിങ്ങനെയാണ്. ഐസോടോപ്പുകൾക്ക് പ്രത്യേകം പേരുകൾ നൽകിയ ഏക മൂലകവും ഹൈഡ്രജൻ തന്നെയാണ്.
പ്രോട്ടിയം. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം അല്ലെങ്കിൽ 1H1. ഏകദേശം 99.98% പ്രകൃതിയിൽ പ്രോട്ടിയമാണ്. സാധാരണ ഹൈഡ്രജൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രത്യേകത: ന്യൂട്രോൺ ഇല്ലാത്ത ഏക ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ഏത്? പ്രോട്ടിയം. അതായത് ന്യൂട്രോൺ ഇല്ലാത്ത ഏക ഐസോടോപ്പാണ് പ്രോട്ടിയം. ഹൈഡ്രജൻ്റെ രണ്ടാമത്തെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം അല്ലെങ്കിൽ 1H2. കണ്ടെത്തിയത് ഹരോൾഡ് യുറേ. ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. ഖനജലം അല്ലെങ്കിൽ ഹെവി വാട്ടറിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പും ഡ്യൂട്ടീരിയമാണ്. ഖനജലം എന്നാൽ ഡ്യൂട്ടീരിയം ഓക്സൈഡാണ്. ഖനജലത്തിൻ്റെ ഉപയോഗങ്ങൾ ആണവ നിലയങ്ങളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്നു. അതേപോലെ NMR സ്പെക്ട്രോസ്കോപ്പിയിൽ ലായകമായി ഉപയോഗിക്കുന്നതും ഡ്യൂട്ടീരിയം ഓക്സൈഡ് അല്ലെങ്കിൽ ഖനജലമാണ്. ഹൈഡ്രജൻ്റെ മൂന്നാമത്തെ ഐസോടോപ്പാണ് ട്രിഷിയം അല്ലെങ്കിൽ 1H3. കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്, മാർക്ക് ഒലിഫാൻറ്റ്. 2 ന്യൂട്രോണുകൾ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ്. അതുപോലെ ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവായ ഐസോടോപ്പാണ് ട്രിഷിയം. സൂപ്പർ ഹെവി വാട്ടർ അതല്ലെങ്കിൽ ട്രിഷിയം ഓക്സൈഡിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പും ട്രിഷിയമാണ്. ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പുകളാണ് ഡ്യൂട്ടീരിയവും ട്രിഷിയവും. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നാൽ അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ സംയോജിപ്പിച്ച് അറ്റോമിക മാസ് കൂടിയ ന്യൂക്ലിയസാക്കി മാറ്റുന്ന പ്രവർത്തനമാണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജോൽപാദനം നടക്കുന്നതും ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. വ്യാവസായിക നിർമ്മാണ പ്രക്രിയ. ഹൈഡ്രജൻ്റെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയയാണ് ബോഷ് പ്രക്രിയ. എന്നാൽ ഖനജലത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് ഗിർഡ്ലർ സൾഫൈഡ് പ്രക്രിയ.